ആദ്യത്തെ ഷോപ്പായ 10ാമത്തെ ഷോപ്പിലെ നറുക്കെടുപ്പ് ഇന്ന് നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്, പുതിയതായിട്ട് കാണുന്നവരുണ്ട്. വേറൊന്നുമല്ല, 200 രൂപ മുതൽ സാധാരണക്കാർ ഇവിടുന്ന് മത്സ്യങ്ങൾ വാങ്ങുമ്പോൾ 200 രൂപ മുതൽ വാങ്ങുമ്പോൾ നമ്മൾ ഓരോ കൂപ്പൺ കൊടുക്കുകയും തിങ്കൾ മുതൽ ശനി വരെ കൂപ്പൺ കൊടുക്കുകയും ആ കൂപ്പണുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ദിവസം ഒരു ജനപ്രതിനിധിയെ കൊണ്ട് നമ്മളത് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കുകയും അതിൽ വിന്നറാവുന്ന 3 പേർക്ക് 1 കിലോ, 3/4 കിലോ, 1/2 കിലോ എന്ന നിഗമനത്തിൽ 3 പേർക്ക് ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം ഫ്രീ ആയിട്ട് വാങ്ങാവുന്നതാണ്. അത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കുന്നിക്കോട് മേഖലകളിൽ നല്ല പൊതുപ്രവർത്തനങ്ങളിലൂടെയും മറ്റും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അതേപോലെ തന്നെ നമ്മുടെ കുന്നിക്കോട് ഏരിയ കമ്മിറ്റി അംഗവുമായ നമ്മുടെ സജീവ സഖാവാണ് നമ്മുടെ ഇന്നത്തെ നറുക്കെടുപ്പ് നടത്തുന്നതിന് ഞാൻ അതിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതായിട്ട് കൊടുക്കുന്നു. ആ കൂപ്പൺ അവർ സൂക്ഷിച്ചു വെക്കാന്നേ ഉള്ളൂ. മിനിമം 200 രൂപ മുതൽ 500 രൂപ വരെ ക്രമത്തിൽ മീൻ വാങ്ങുന്ന വ്യക്തികൾക്ക് ഓരോ കൂപ്പൺ ലഭിക്കുന്നു. സൺഡേ നറുക്കെടുപ്പാണ്. അത് ഓരോ ജനപ്രതിനിധികളെ വിളിച്ചാണ് ഇത് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഞാനും ഇന്ന് കുന്നിക്കോടുന്ന് പത്തനാപുരം കടയിലേക്ക് ഞാനും എന്റെ കുറെ സുഹൃത്തുക്കളും ഇന്ന് വേണിച്ചാന്റെ കൃഷ്ണൻകുട്ടിയുണ്ട്, അജികുമാർ, അപ്പുണ്ണി എന്ന് പറയുന്നത് പുഷ്പരാജ് ഇദ്ദേഹത്തിന് ആശുപത്രി പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രശാന്ത് കുണ്ടപ്പള്ളിയാണ്. അയാളും മത്സ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എല്ലാവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്തായാലും ഈ നമ്മുടെ മത്സ്യ തൊഴിലാളി വികസന വിപണന കേന്ദ്ര സഹകരണ മേഖലയിൽ നിന്നും ആളുകൾക്ക് ഇതൊരു ഗുണകരമാണ്. കാര്യം ഒട്ടനവധി ആളുകൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വിഷം ചേർത്ത മത്സ്യങ്ങളാണ് നാട്ടിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനൊരു അറുതി വരുത്താൻ ആശുപത്രി കഴിഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ആ വിശ്വാസത നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി ആളുകളും അതൊരു വിശ്വാസം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കടയിൽ വന്ന് ഇന്ന് തന്നെ നല്ല തിരക്കാണ്. ഞായറാഴ്ച ദിവസം വീണ്ടും ലഭ്യത വളരെ കുറവാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ ക്യൂ നിൽക്കാൻ മത്സ്യം മേടിക്കാൻ പറ്റും. നല്ല മത്സ്യം തന്നെയാണ് കൊടുക്കുന്നത്. കഴിക്കാൻ പറ്റുന്ന ആളുകൾ കൂടെ അതുകൊണ്ടാണ് ഇത്രയും നല്ല തിരക്ക് ഈ കടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ കൂപ്പൺ എടുക്കാൻ ഇവിടെ എന്നെ ക്ഷണിക്കുകയും കടയിൽ ചെന്ന് ഞാൻ മത്സ്യം മേടിക്കുകയുണ്ടായി. അത് ഇന്നത്തെ ഞങ്ങൾ നല്ല മത്സ്യമാണെന്ന് തന്നെ ഞാൻ എല്ലായിടത്തും പറയുന്നു. നല്ല മത്സ്യം തന്നെയാണ്. അത് എന്നെ ഇവിടെ കൂപ്പൺ എടുക്കാൻ വേണ്ടി വിളിച്ചതിന്റെ പേര് ഞാൻ ചുമ്മാ പറയുന്നത്. ഒരുപാട് പേര് ഇപ്പൊ ഞാൻ 2-3 ശൈലി 3 മാസത്തോളമായി അവിടെ കട ഒരു പരാതി പോലും ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു എല്ലാവരുടെ അനുഗ്രഹവും നേർന്നുകൊണ്ട് ഞാൻ വാർത്തകൾ അതേപോലെ തന്നെ ഈയിടെ ഒരു കിംബദന്തി, അതായത് ഒരു ഫോർവേഡ് മെസ്സേജ് റൈറ്റ് ചെയ്തുകൊണ്ട് ഏതോ ഒരു സഹോദരൻ അബദ്ധം പറ്റുകയാണെന്ന് പറഞ്ഞു നമ്മളെ കുറിച്ച് ചില അപവാദങ്ങൾ മോശമായി എഴുതുകയുണ്ടായി. പക്ഷേ നമുക്ക് സന്തോഷമുള്ളൂ, കാരണം അതിലൂടെ കുറച്ചും കൂടെ പബ്ലിസിറ്റി ആയി. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു മനുഷ്യൻ, ഒരു 12 ഗ്രൂപ്പുള്ള ഈ ഒരു സഹകരണ സംഘത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇത് വീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഒരാൾ പോലും ഒരു മെസ്സേജ് അതിലിട്ടിട്ട് അങ്ങനെയാന്ന് പറഞ്ഞത്. കാരണം നമുക്ക് അങ്ങനെ അത്രയും വിശ്വാസത്തിലാണ് ജനങ്ങൾ നമ്മളെ കയ്യിലെടുത്തിരിക്കുന്നത്. അതിന് വളരെ നന്ദി എല്ലാ ജനങ്ങളോടും എല്ലാ സഹോദരങ്ങളോടും പ്രത്യേകം പറയുകയാണ്. കുന്നിക്കോട് പ്രദേശത്ത് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹാവിന്റെ കൂടെ സാറുൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, സഹാവിനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യുന്നു.